ഇപ്പൊ കേരളത്തിലെ സാഹചര്യം എന്ന് വെച്ചാൽ എലിപ്പനി പടരുന്നുണ്ട്. കാരണം ഈ ഇടവിട്ട് പെയ്യുന്ന മഴ, ഒരു ദിവസം മഴ പെയ്യും, പിന്നെ വെയില്, പിന്നെ മഴ, അങ്ങനെ ആ മഴ തന്നെ എലിപ്പനിക്ക് ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്? ഇതിന്റെ ഇംഗ്ലീഷ് പദമാണ് ലെപ്റ്റോസ്പൈറോസിസ്. ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. എലിപ്പനി എന്നുള്ള പേര് കേട്ട് വിചാരിക്കണം എലിന്ന് മാത്രമേ ഇത് പകരുള്ളൂ എന്നുള്ളത്. എലി മാത്രല്ല, എലി, ആട്, പശു, നായ, കുതിര, ഇതിന്റെയൊക്കെ മൂത്രത്തിലൂടെയാണ് ഈ രോഗാണുക്കള് മനുഷ്യന്റെ ശരീരത്തിൽ എത്തുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകളിലൂടെ, പ്രധാനമായും ഈ കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന മുറിവ്, അത് ചിലപ്പോൾ ചെറിയൊരു മുറിവാകും, അപ്പൊ ചൊറിഞ്ഞിട്ടൊക്കെ ചർമ്മം പൊട്ടില്ലേ, ആ മുറിവിലൂടെയും രോഗാണു ശരീരത്തിലേക്ക് കയറാം. അതുകൂടാതെ കണ്ണ്, വായ, പിന്നെ അത് ഈ ലെപ്റ്റോസ്പൈർ എന്ന ബാക്ടീരിയ ഉള്ള എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കുക, അത് വെള്ളം കുടിക്കുകയോ ചെയ്യുകയാണെങ്കിലും രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. ഇതിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് വ്യക്തി ശുചിത്വം പാലിക്കുക തന്നെയാണ്. പിന്നെ ഈ മലിനജലവുമായിട്ട് കോണ്ടാക്ട് ഉള്ളവർ, അതേപോലെ ഈ അസുഖമുള്ള മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളവര്, നമ്മുടെ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഈ ഡ്രസ്സ് ഉപയോഗിക്കുക, ബൂട്ട് പോലത്തെ ഒക്കെ ഉപയോഗിച്ച് വേണം ഇവർ പണിക്കിറങ്ങേണ്ടത്.